വിജയുടെ പരിപാടി ഷെഡ്യൂൾ ചെയ്തിരുന്നത് ഉച്ചയ്ക്ക് 12:45-നാണ്. എന്നാൽ വിജയ് ഇവിടേക്ക് എത്തിയത് ഏതാണ്ട് 7 മണിയോടുകൂടിയാണ്. അപ്പോൾ അത്രയ്ക്ക് വലിയ തിക്കും തിരക്കുമായിരുന്നു. ഈ പ്രസംഗം തുടങ്ങിയപ്പോൾ വിജയ് തന്നെ പറഞ്ഞു, പോലീസ് ഇല്ലായിരുന്നെങ്കിൽ തനിക്ക് ഈ പ്രസംഗ വേദിയിലേക്ക് എത്താൻ കഴിയില്ലായിരുന്നു എന്ന്. അപ്പോൾ അത്രയ്ക്ക് വലിയ തിക്കും തിരക്കുമായിരുന്നു. വിജയ് പ്രസംഗിച്ച് തുടങ്ങിയത് മുതൽ തന്നെ തലങ്ങും വിലങ്ങും ആംബുലൻസുകൾ പായുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എന്തോ കാര്യമായി അനർത്ഥം സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വിജയ് തന്നെ തന്റെ പ്രസംഗം ചുരുക്കിക്കൊണ്ട് അതിനിടയിൽ ഒരു കുട്ടിയെ കാണാതെ പോകുന്നു. 9 വയസ്സുള്ള ഒരു കുട്ടിയെ കാണാതെ പോയിട്ടുണ്ട്. ആ കുട്ടിയെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഉറപ്പില്ല. വിജയ് അത് മൈക്കിലൂടെ അനൗൺസ് ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഉച്ചയ്ക്ക് തുടങ്ങേണ്ട പരിപാടിയാണ് ഈ ഒരു വൈകിട്ട് ഈ ഒരു സമയത്തേക്ക് 7:30 മണിയിലേക്കൊക്കെയും നീളുന്ന തരത്തിലേക്ക് ആ പരിപാടി മാറുന്നു. പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത്, അങ്ങനെ കടുത്ത വിമർശനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനിടയിൽ എല്ലാവരെയും കരൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അവിടെ വലിയൊരു ജനക്കൂട്ടം ഇപ്പോൾ തന്നെ കരൂർ ആശുപത്രിയുടെ മുന്നിലുണ്ട്. അവിടെ കൃത്യമായി അവിടെ ഡോക്ടർമാർ ഇല്ല എന്നുള്ളൊരു സൂചന കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ സ്ഥലത്ത് ജനപ്രതിനിധികൾ അടക്കം നടത്തി വരികയാണ്. അവിടേക്ക് കൂടുതൽ ഡോക്ടർമാരെ അടക്കം എത്തിക്കാൻ. കാരണം ഈ 20 പേരെയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേരെയും എത്തിച്ചിരിക്കുന്നത് കരൂരിലെ ഈ ഒരു ആശുപത്രിയിലേക്കാണ്. അപ്പോൾ ഈ ആശുപത്രിയിൽ മതിയായ ചികിത്സ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നു. എന്തായാലും 6 കുട്ടികൾ നിലവിൽ ഇവിടെ ചികിത്സയിലാണ്. അതിൽ 3 പേർ ICUവിലാണെന്നുള്ള വിവരം കൂടി സങ്കടകരമാണ്. 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് നിലവിൽ ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ആശങ്കയുണ്ട്. അത് കൂടുതൽ പേരിലേക്ക് മരണസംഖ്യ ഉയരുമോ എന്നുള്ളതാണ്. അതിനപ്പുറം പരിക്കേറ്റവർ, ചെറിയ മുറിവുകൾ പറ്റിയവർ, കുഴഞ്ഞു വീണ മറ്റു പലരും പല ആശുപത്രിയിലൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഈ ഒരു സംഭവം വലിയ ഒരു വിവാദമാകാൻ, അതിനപ്പുറത്തേക്കൊക്കെയും ഇത്തരത്തിലൊരു മോശ സംഭവമായി മാറാനൊക്കെ വലിയ സാധ്യത കൂടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.